ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ലുലു മാൾ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലെന്ന് നോക്കാം. വെജിറ്റബിൾസ് സെക്ഷനിലോട്ടൊക്കെ പോയി പിന്നെ കുറേ ഈന്തപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, വെറൈറ്റി പല പല തരത്തിലുള്ളത്. പിന്നെ അവിടെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ ഉണ്ട്, ആപ്പിളുണ്ട് കണ്ട. പിന്നെ കുറേ നേരം ഇങ്ങനെ വായി നോക്കി നടക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നത്. ഒന്നും വാങ്ങിയൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണണം. അപ്പോൾ അവൾക്കൊന്നും വാങ്ങിക്കുന്നില്ല എന്നുള്ള ഇതിൽ വിഷമിച്ച് നിൽക്കുന്നതാണ് പുള്ളിക്കാരി, എൻ്റെ പൊന്നൂസുക്കിളി. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇവിടെ എല്ലാം നടന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഇന്നത്തെ വിലയൊക്കെ അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല എന്ന് പിന്നെ മനസ്സിലായി. പിന്നെ അമ്മ ഇങ്ങനെ നടക്കണുണ്ട്. പിന്നെ അമ്മയുടെ ഒപ്പം നമ്മളിങ്ങനെ ബാക്കി ഇങ്ങനെ നടന്നു. പിന്നെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ എല്ലാവരും ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ കണ്ടപ്പോഴാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ചെമ്മീനും കരിമീനും പിന്നെ നമുക്കെല്ലാം അറിയുന്ന അയല, മത്തി അതെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉണക്ക മീനുണ്ട്, നെത്തോലി, കൊഞ്ച്, വാള, അങ്ങനെ എല്ലാം ഇതേപോലെ പ്രത്യേക ഒരു ഫ്രോസൻ്റെ ഇതായിട്ട് ഒരു കണ്ണടച്ചിലിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നടന്നു. പിന്നെ അടുത്ത് നമ്മൾ വീണ്ടും അതിൻ്റെ തന്നെ കുറച്ചുകൂടെ നല്ല പാക്കിങ്ങിലായിട്ടുള്ള കമ്പനി ഐറ്റംസ് ആയിട്ടുള്ള ഉണക്ക മീനൊക്കെ തന്നെ അവിടെയും. പിന്നെ അതെല്ലാം നമ്മളിങ്ങനെ നോക്കി വന്നപ്പോഴാണ് വീണ്ടും അതേപോലെ തന്നെ എല്ലാത്തിനെയും കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പൊരിച്ചാൽ മാത്രം മതി. ആ ഒരു കെറ്റപ്പിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കണ്ട് അപ്പം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് വീഡിയോ എടുത്ത്. എല്ലാം ഉണ്ട്, ചെമ്മീനുണ്ട്, കൊഞ്ച്, എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അത് വായിക്കാനൊന്നും നിന്നില്ല. നിങ്ങൾക്ക് അതിനേക്കാളും അറിയാമായിരിക്കും, നിങ്ങളത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇതും ഇങ്ങനെ വരാനൊന്നും പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇതുവരെയും ലുലു മാൾ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉള്ള വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഇത് വേറൊരു സെക്ഷനാണ്, ഐസിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് അവർ അപ്പോഴും തന്നെ നമുക്ക് തൂക്കിത്തരും കേട്ടോ. അതിൻ്റെ എല്ലാത്തിൻ്റെ വിലയും അതിനകത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീനുണ്ട്. അങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ബാക്കിയൊക്കെ വരണത്. ഫസ്റ്റ് ഇതിൽ ഞാൻ പോയി ചെമ്മീനിൻ്റെ അടുത്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെമ്മീൻ. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് വന്ന് വാങ്ങിയൊന്നുമില്ല കേട്ടോ, ചുമ്മാ കാണാൻ വന്ന. പിന്നെ അടുത്ത് ഓരോരോ സെക്ഷനിലോട്ട് വന്ന് ഇങ്ങനെ നടന്നിരിക്കണം. അങ്ങനെ ഉണ്ട്. വീണ്ടും ഇവിടെ നിന്ന് തൂക്കിത്തരും നമുക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ. ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചാൽ മതി. മസാലയെല്ലാം തേച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല ഫ്രഷായിട്ട്, ഒരു ഈച്ചയൊന്നും അരിക്കണില്ല, എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. ഈച്ചയൊന്നുമില്ല, ഫ്രഷായിട്ട് തന്നെ ഇരിക്കണുണ്ട്. ഇത് കല്ലുമ്മക്കായാണെന്ന് തോന്നണം കേട്ടോ. എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചാളയൊക്കെ നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ കട്ട് ചെയ്തിട്ടുണ്ട്, ചൂര, പിന്നെ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയാൻ പാടില്ല, നെമ്മീൻ എന്നൊക്കെ പറയുമായിരിക്കും. ഞാൻ വരാം. അങ്ങനെ അതാണ് ഇവിടെ മുഴുവൻ അത് തന്നെയാണ്, മീനുകളാണ് ഈ സെക്ഷൻ മുഴുവൻ. ഐസിട്ട് വെച്ചേക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. കണവ, ഞണ്ട്, വങ്കട, അയല, അങ്ങനെ ചാള, അങ്ങനെ കുറേ ഉണ്ട്. ഞങ്ങളിവിടെ ഞവര എന്നൊക്കെ പറയും. ഇതിന് വേറെന്തോ മീനൊക്കെ എന്നൊക്കെ പറയും. പിന്നെ ചിക്കനൊക്കെ ഉണ്ട്, കുറേ ഇതുണ്ട്. ഇങ്ങനെ കണ്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഞാൻ സംസാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങളതുകൊണ്ട് കണ്ടോ. വീഡിയോ എടുത്ത് നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ, നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കണേ. ബൊഫല്ലോ ബ്രെയിൻ എന്നൊക്കെ എഴുതി വെച്ചേക്കണം. അയ്യോ, പിന്നെ ഇറച്ചി ചതച്ചതാണ് കേട്ടോ, പോത്തിൻ്റെ ഇറച്ചി ചതച്ചതാണ് ഈ കുപ്പികളിലാക്കി വെച്ചേക്കണം. ഈ ഉണക്കിറച്ചി ചതച്ചത് പോത്താണ് കേട്ടോ. അതിൻ്റെ എന്താ കണ്ടോ, ഞാൻ കള്ളം പറയുന്നില്ല. പിന്നെ അടുത്ത് ഫ്രോസൺ ഐറ്റംസിൻ്റെ അങ്ങോട്ട് വന്നു നമ്മൾ. കണ്ടോ, നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി കഴിക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്.
ആ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നണം. ചിക്കൻ മസാല എല്ലാം പുരട്ടി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ എണ്ണയിലിട്ട് അങ്ങ് വറുത്ത് കോരി എടുത്താൽ മതി. ആ ഒരു സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട് അവരെല്ലാം. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യണം. ഒന്നും ഈച്ചയരിച്ചൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. പറഞ്ഞവർ വരാം കേട്ടോ, വന്ന് മേടിക്കുകയൊക്കെ ചെയ്യും. കാശുള്ളവർക്ക് വന്നാൽ മേടിക്കാം, ഇല്ലാത്തവരിങ്ങനെ വായി എന്നെ പോലെ വായി നോക്കിയിട്ടങ്ങ് പോകും കേട്ടോ. ഇവിടെയും ചിക്കൻ തന്നെയാണ്. കോഴിയൊക്കെ കണ്ട, കോഴി അതേപോലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഇതേപോലെ മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആണ്ടാണോ? എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈച്ചയൊന്നും ഇരിക്കാണ്ട് നല്ല കണ്ണാടി പെട്ടിക്കകത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുന്നുണ്ട് എല്ലാം. ഇവിടെ നല്ല തിരക്കും കാര്യമൊക്കെ